വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് മീൻകറി ഉണ്ടാക്കാൻ പോവാണ്. മീൻകറിക്ക് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് നോക്കാം. സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു മുള്ള് കുരുമുളക് പൊടി, ഒരു ഇച്ചിരി വെളിച്ചെണ്ണ, ഒരു ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കണം. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കി ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ വേണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശകല വെള്ളമൊക്കെ വേണം. 1 സ്പൂൺ വെള്ളം, സ്പൂണിൽ വെള്ളങ്ങളൊക്കെ ഒഴിക്കണം. 2 സ്പൂൺ വെള്ളം. മസാല കുഴയ്ക്കണം, സ്പൂൺ കൊണ്ട് കുഴയ്ക്കണം. അപ്പോൾ നമുക്ക് നല്ല ഇത് കിട്ടത്തുള്ളൂ. അത് ഒഴിക്കണം. ഒരു ചകല വെള്ളം കൂടെ നന്നായിട്ട് വെള്ളം പറ്റിയില്ലേ, വെള്ളമൊക്കെ പറ്റരുത്. വെള്ളം പറ്റാതെ എന്നിട്ട് മീനിലോട്ട് ആ മസാലയൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അത് നമ്മുടെ ഇവിടെ ഇതുണ്ട്, ഇവിടെ പച്ചക്കറികളൊക്കെ റെഡിയാക്കണം. ശകലം കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേണം മസാല വേണം, നല്ല മസാല വേണം. നന്നായിട്ട് മസാല കുഴച്ച് കഴിഞ്ഞിട്ട് കുഴയ്ക്കണം, കുഴക്കണം. അപ്പോൾ ഒരു ലൈക്ക് ഒന്ന് ചെയ്തതായി, നമ്മൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് അപ്പോൾ നമുക്കും കൂടെ ഒന്ന് നിങ്ങൾ വലിയ യൂട്യൂബേഴ്സിനൊക്കെ ലൈക്ക് കൊടുക്കാറില്ല, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുന്നത് ലൈക്ക് ചെയ്യുന്നത്. നമ്മുടെ മീൻകറി തുടങ്ങാൻ പോവാണ്. തക്കാളിക്ക, ഉള്ളി, ഇഞ്ചി, മുളക് പൊടി. നമ്മളിവിടെ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ എടുത്ത് വെച്ചത്. അപ്പോൾ അമ്മ ഇത് തക്കാളിക്ക, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, ഇതൊക്കെ അല്ലേ അമ്മ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടി മസാല തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ് വെള്ളം, പുളിവെള്ളം, വെളിച്ചെണ്ണ, കരിയാപ്പില, പിന്നെ ചട്ടി ചൂടാക്കാൻ വെച്ചേക്കുക. മസാല, മീൻ, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, തക്കാളി, പുളിവെള്ളം, എണ്ണ, കരിയാപ്പില. അപ്പോൾ നമ്മളിവിടെ കുറേ പച്ചക്കറികളൊക്കെ ഇടുവാണ്. നമ്മളിങ്ങനെ പിന്നെ പച്ചക്കറികൾ ഇങ്ങനെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി ഇട്ടിട്ട് കുറച്ച് ഇളക്കണം. ഇളക്കിയിട്ട് അത് ബാക്കിയുള്ള തക്കാളിയും ഉള്ളിയും ഇടണം. ബാക്കിയുള്ള ഉള്ളിയും ഉള്ളിയും നമ്മളെ തക്കാളിക്ക് ഇടണം. അപ്പോൾ ഗായ്സ് ഇത് കുറച്ച് കിടന്ന് മൂപ്പിക്കണം. ഹലോ, അടുത്ത വെളുത്തുള്ളി ഇട്ടുവാണ് ഗായ്സ്. സവോള ഇടുവാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ തക്കാളി ഇടാൻ പോവാണ്. ഇളക്കണം, മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളെ മസാലക്കൂട്ട് ഇടാൻ പോവാണ്. മസാലക്കൂട്ട് ഫുള്ള് ഇടണം ഗായ്സ്, ഫുൾ മസാലക്കൂട്ട് ഫുൾ. അപ്പോൾ നമ്മളെടുത്തേക്കുന്ന പുളിയുടെ വെള്ളം ചേർത്ത് അവിടെ ഇടാൻ പോവാണ്. ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ആക്കണം. ഇത് ഇളക്കണം ഗായ്സ്, പിന്നെ കുറച്ച് ഇളക്കണം, വെള്ളം പോലെ ആവും. അപ്പോൾ ഇനി നമ്മൾ മീൻ ഇടാൻ പോവാണ്. മീൻ കുറേ ഇടുവാണ്. ഒരു മീൻ ഇതിനകത്ത് ഇട്ടാൽ മതി, ഫുള്ള് മീൻ ഇടണം.
പാത്രത്തോടെടുത്തിട്ട് ഓരോന്നോരോന്നേരം മാത്രം ഇട്ടാൽ മതി ഗൈസ്. എന്നാലും നമ്മുടെ മീൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ടാൽ ആ ഒരു സ്ഥലത്ത് തന്നെ അടുപ്പിച്ച് കിടക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ പണിയും കിട്ടും. ഇങ്ങനെ നിരത്തി വെക്കണം ഗൈസ്. ഫുള്ളും കൂടി ഇട്ടാൽ ഒന്ന് പോയെന്ന് പറഞ്ഞാൽ മതി ഗൈസ്. അപ്പോൾ അത് നമ്മൾ ഇളക്കാൻ പോകണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ആക്കണം ഗൈസ്. നന്നായി മിക്സ് ആക്കണം ഗൈസ്. ഇത് തിളച്ച് വരാൻ വേണ്ടി കുറച്ചിടെ വെയിറ്റ് ചെയ്ത് ഗൈസ്. കുറച്ച്. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ഇല വെട്ടാൻ പോവാണ്. ഇല വെട്ടിയിട്ട് നന്നായിട്ട് ഇലയ്ക്കകത്തൊക്കെ വെച്ച് കഴിക്കാൻ പോകാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഗൈസ് ഇല അതിനെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പറിക്കണമെന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ കുറേ വൈപ്പുണ്ട് വാഴയില്ല. വാഴയിലയുടെ ഒരു വാഴയിലാണ് പറിക്കാൻ ആലോചിക്കുന്നത്. എൻ്റെ കൈ പോയിട്ടുണ്ട്. ഇവിടെ വാഴയിപ്പുണ്ട്. ഇതിലേതാ വാഴ? നീയാണ് മുറിച്ച് താഴ്ത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇതാണ് വാഴ. എനിക്കിങ്ങനെ മുറിക്കുന്നുണ്ട്. ഇങ്ങനെ പറിക്കാൻ വയ്യ പാടാണ്. അപ്പോൾ ഞങ്ങളുടെ അനിയനാണ് കളിക്കുന്നത്. അവനെ വേണ്ടി നമ്മൾ എന്നെ ചെയ്യാനാണ് പറയുന്നത്. നോക്കണം. മുറിച്ചിട്ടുണ്ട് ഗൈസ്. മുറിച്ചിട്ടുണ്ട്. എൻ്റെ ഈ കാണുന്ന കൊമ്പ് മുറിച്ചോളാം ഗൈസ്. ഇതാണ് ഗൈസല്ലോ. ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ മുറിച്ച് ഉണ്ടാകുന്നതാണ് ഗൈസ്. അപ്പോൾ കുറച്ച് കരിയാപ്പലയും കൂടെ പറിച്ച് വലിയ വാഴയില കരിയാപ്പല പറിച്ചിട്ടുണ്ട്. ഇളക്കി വേണം. നന്നായിട്ട് ഇളച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബൗൾസൊക്കെ നന്നായിട്ട് ഇളക്കി വേണം. നമുക്ക് കുറച്ച് മിക്സ് ചെയ്യണം. മീൻ കറി ഉണ്ട്. മീൻ കറി ഉണ്ടോ? അങ്ങനെ കൊണ്ടാണ് മീൻ കറി ഉണ്ട്. നിങ്ങളുടെ എങ്ങനെ വിളിച്ചാൽ മതി. കരിയാപ്പല ഫുള്ളായിട്ട് ഇട്ടേക്കുന്നത്. നമ്മൾ കരിയാപ്പല ഇട്ടത്. അപ്പോൾ നമ്മുടെ മീൻ കറി ശരിയൊക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ്. വീഡിയോ ലൈക്ക് ചെയ്യണം. ചിന്ന ലൈക്ക് വെള്ളയാക്കി കഴിഞ്ഞു. വെള്ള ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം.